നമസ്കാരം. ഫിംഗർ പ്രിന്റിലേക്ക് സ്വാഗതം. കുറ്റകൃത്യങ്ങളുടെ വ്യവഹാരങ്ങളുടെ ലോകത്തെ പ്രധാന സംഭവങ്ങളിലേക്ക്. ധർമ്മസ്ഥല കേസിൽ വമ്പൻ ട്വിസ്റ്റ്. വീട്ടുജോലിക്കാരി വീട്ടുടമസ്ഥന് മുട്ടൻ പണി കൊടുത്തു. തിരുവനന്തപുരത്ത് പോലീസ് ഉദ്യോഗസ്ഥനെ കുത്തിവീഴ്ത്തിയ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ATMനുള്ളിൽ വെച്ച് 16-കാരിയെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ച മയ്യനാട് സ്വദേശിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ധർമ്മസ്ഥല കേസിൽ വമ്പൻ ട്വിസ്റ്റ്. വെളിപ്പെടുത്തലുകൾ നടത്തിയ മുൻ ശുചീകരണ തൊഴിലാളിയെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ കാണാതായി എന്ന് ആരോപിക്കപ്പെടുന്ന അനന്യ ഭട്ട് സുജാത ഭട്ടിൻ്റെ മകളല്ലെന്നും സുജാത ഭട്ടിൻ്റെ കാമുകൻ്റെ മകൻ്റെ ഭാര്യയാണെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. കർണാടകയിലെ ധർമ്മസ്ഥലയിലെ ദുരൂഹ മരണങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ സങ്കീർണമാകുന്നു. അരക്കോടിയിലേറെ രൂപ ചെലവിട്ട് നേത്രാവതി നദിക്കരയിൽ കുഴിച്ചിട്ടും ഒന്നും കിട്ടിയില്ലെന്നും അതിനാൽ വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളിയെ അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് ചിലർ രംഗത്തെത്തിയിരുന്നു. ധർമ്മസ്ഥല ക്ഷേത്ര പരിസരത്ത് നിന്നും 2003 കാണാതായ അനന്യ ഭട്ടിന്റെ തിരോധാനം നുണക്കഥയാണെന്ന് അനന്യ ഭട്ടിന്റെ അമ്മയെന്ന് അവകാശപ്പെട്ട് രംഗത്തെത്തിയ സുജാത ഭട്ട് തന്നെ വെളിപ്പെടുത്തുകയും ചെയ്തു. തനിക്ക് അങ്ങനെ ഒരു മകളില്ലെന്നും ചിലരുടെ ഭീഷണിക്ക് വഴങ്ങിയാണ് അങ്ങനെ ചെയ്തതെന്നുമാണ് സുജാത ഭട്ടിന്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. ഗിരീഷ് മട്ടന്നവറും ടി ജയന്തും പറഞ്ഞതുകൊണ്ടാണ് താൻ കള്ളം പറഞ്ഞതെന്നാണ് സുജാത ഭട്ട് പറയുന്നത്. ദയവായി എന്നോട് ക്ഷമിക്കണം, എനിക്കൊരു തെറ്റുപറ്റി. ധർമ്മസ്ഥലയോടും കർണാടകയിലെ ജനങ്ങളോടും രാജ്യത്തെ ജനങ്ങളോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു. വിവാദം അവസാനിപ്പിച്ച് സമാധാനപരമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ജനങ്ങളോട് ഞാൻ കള്ളം പറഞ്ഞു. ദയവായി ഈ വിവാദത്തിൽ നിന്ന് എന്നെ ഒഴിവാക്കണമെന്നും സുജാത ഭട്ട് ഇപ്പോൾ വിലപിക്കുന്നുണ്ട്. സുജാതയ്ക്ക് മകളില്ലെന്നും വാസ്തവവിരുദ്ധമായ കാര്യങ്ങളാണ് അവർ പറയുന്നതെന്നും സഹോദരനും പറഞ്ഞു. സുജാത ഭട്ട് 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വീട് വിട്ടുപോയതാണ്. 40 വർഷത്തിനിടയിൽ അത്യപൂർവമായി മാത്രമാണ് തിരികെ വീട് സന്ദർശിക്കുന്നത്. കുടുംബവുമായി യാതൊരു ബന്ധവും പുലർത്തിയിരുന്നില്ല. 1 വർഷത്തിന് മുമ്പ് വീട്ടിൽ വന്നു. ബംഗളൂരുവിലാണ് താമസമെന്നും ഇപ്പോൾ കോടീശ്വരിയാണെന്നും പറഞ്ഞു. അപ്പോൾ പോലും മകളെക്കുറിച്ചോ കുടുംബത്തെക്കുറിച്ചോ സുജാത ഭട്ട് ഒന്നും പറഞ്ഞിട്ടില്ലെന്നും സഹോദരൻ കൂട്ടിച്ചേർത്തു. ഈ ആശയക്കുഴപ്പങ്ങൾക്കിടയിൽ കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം സുജാത ഭട്ടിന് നോട്ടീസ് നൽകിയിരുന്നു. ബെൽത്തങ്ങാടിയിലെ SIT ഓഫീസിൽ ഹാജരാകാനും മകൾ അനന്യ ഭട്ടുമായി ബന്ധപ്പെട്ട രേഖകൾ സമർപ്പിക്കാനുമാണ് SIT സുജാത ഭട്ടിനോട് നിർദ്ദേശിച്ചത്. തന്റെ മകൾ അനന്യ ഭട്ട് മംഗളൂരുവിലും മണിപ്പാലിലും മെഡിക്കൽ വിദ്യാർത്ഥിനിയായിരുന്നുവെന്നാണ് സുജാത ഭട്ട് അവകാശപ്പെട്ടിരുന്നത്. എന്നാൽ ഈ സ്ഥാപനങ്ങളിലെ ഔദ്യോഗിക രേഖകളിലൊന്നും അനന്യ ഭട്ടിന്റെ പേരിൽ അഡ്മിഷൻ രേഖകൾ നിലവിലില്ലെന്ന് SIT കണ്ടെത്തിയിരുന്നു. പാസ്പോർട്ട് വലിപ്പത്തിലുള്ള ഒരു ഫോട്ടോയല്ലാതെ അവർ ജീവിച്ചിരുന്നു എന്നതിന് മറ്റു യാതൊരു തെളിവുകളും ഇതുവരെ സുജാത ഭട്ട് ഹാജരാക്കിയിട്ടുമില്ല. സുജാത ഭട്ട് അവരുടെ കാണാതായ മകളുടേതാണെന്ന് അവകാശപ്പെടുന്ന ഫോട്ടോയിലുള്ളത് അനന്യ ഭട്ടല്ല, മറിച്ച് സുജാത പ്രണയബന്ധത്തിലായിരുന്ന രംഗപ്രസാദ് എന്ന വ്യക്തിയുടെ മരുമകൾ വാസന്തിയാണെന്നും SITയുടെ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. 2005 വരെ ശിവമോഗയിലെ റിപ്പൺപേട്ടിൽ പ്രഭാകർ ബാലികയ്ക്കൊപ്പമാണ് സുജാത താമസിച്ചിരുന്നത്. പിന്നീട് അവർ ബംഗളൂരുവിലേക്ക് താമസം മാറി. രംഗപ്രസാദ് എന്ന വ്യക്തിയുമായി പ്രണയത്തിലായി. BEയിൽ ജീവനക്കാരനായിരുന്ന രംഗപ്രസാദ് ഭാര്യ മരിച്ചതിന് ശേഷം ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത്. ശ്രീവത്സ എന്ന മകനും ഒരു മകളും രംഗപ്രസാദിന് ഉണ്ടായിരുന്നു. ഇരുവരും വിവാഹിതരായിരുന്നു. രംഗപ്രസാദിന്റെ മകൻ ശ്രീവത്സയും മരുമകൾ വാസന്തിയും കെങ്കേരിയിലെ അവരുടെ വീട്ടിൽ താമസിച്ചിരുന്നപ്പോൾ സുജാത ഒരു സഹായിയായി രംഗപ്രസാദിന്റെ വീട്ടിൽ എത്തിയതാണ്. പിന്നീട് അവർ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് താമസം മാറി. രംഗപ്രസാദിന്റെ മുന്നിൽ വെച്ച് മകൻ ശ്രീവത്സനെയും മരുമകളെയും കുറിച്ച് മോശമായി സംസാരിക്കാൻ സുജാത ഭട്ട് തുടങ്ങിയിരുന്നുവെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. ഭർത്താവ് ശ്രീവത്സയിൽ നിന്ന് വേർപിരിഞ്ഞ് കുടകിലുള്ള മാതാപിതാക്കളുടെ അടുത്തേക്ക് മടങ്ങിയ വാസന്തി 2007 സംശയാസ്പദമായ സാഹചര്യത്തിൽ മരിച്ചു. ഭാര്യയുടെ മരണശേഷം മദ്യപാനം മൂലം ശ്രീവത്സയുടെ ആരോഗ്യം ക്ഷയിച്ചു. ഇതവരുടെ കുടുംബസ്വത്തിന്മേൽ നിയന്ത്രണം ഉറപ്പിക്കാൻ സുജാതയെ സഹായിച്ചു. ഒടുവിൽ സുജാത ഒരു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ വഴി രംഗപ്രസാദിന്റെ വീട് വിറ്റു. കിടപ്പിലായ ശ്രീവത്സ വാടക വീട്ടിലേക്ക് താമസം മാറുകയും ചെയ്തു. അതേസമയം രംഗപ്രസാദിന് വീടില്ലായിരുന്നു. ശ്രീവത്സ 2015 മരിച്ചു. കുടുംബത്തിൽ നിന്ന് വേർപിരിഞ്ഞ രംഗപ്രസാദ് ഈ വർഷം ജനുവരി 12 മരിച്ചത്. പിന്നീട് സുജാത 20 ലക്ഷം രൂപയുമായി വീട് മാറുകയായിരുന്നുവെന്നും SITയുടെ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്. വീട്ടുജോലിക്കാരി വീട്ടുടമസ്ഥന് മുട്ടൻ പണി കൊടുത്തു. വീട്ടുടമസ്ഥനുമായുള്ള തർക്കത്തിന്റെ പേരിൽ വീട്ടുടമസ്ഥൻ ചായ കുടിക്കുന്ന കപ്പിൽ മൂത്രമൊഴിച്ചാണ് വീട്ടുജോലിക്കാരി പ്രതികാരം തീർത്തത്. വീട്ടുജോലിക്കാരിക്ക് മാനസിക വിഭ്രമമുണ്ടെന്നും ആരോപണം ഉണ്ട്. ജോലി നോക്കുന്ന വീട്ടിലെ വീട്ടുടമയുടെ കുടിവെള്ളക്കപ്പിൽ മൂത്രമൊഴിച്ച് വീട്ടുജോലിക്കാരി. ഉത്തർപ്രദേശിലെ ബിജ്നോറിലാണ് അസ്വസ്ഥതയുളവാക്കുന്ന സംഭവം. സംശയം തോന്നിയ വീട്ടുടമ അടുക്കളയിൽ വെച്ചിരുന്ന മൊബൈൽ ക്യാമറ പരിശോധിച്ചപ്പോഴാണ് ദൃശ്യങ്ങൾ വ്യക്തമായത്. പാത്രങ്ങൾ വൃത്തിയാക്കുന്നത് പോലെ നടിച്ച് യുവതി കപ്പിലേക്ക് മൂത്രം ഒഴിക്കുകയായിരുന്നു. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെ വ്യാപകമായ സൈബർ ആക്രമണമാണ് യുവതിക്ക് നേരെ ഉയരുന്നത്. 10 വർഷമായി ഇവർ ഈ ബിസിനസ്സുകാരന്റെ വീട്ടിൽ ജോലി ചെയ്യുന്നുണ്ട്. അടുത്തിടെ
യുവതിയുടെ പെരുമാറ്റത്തിൽ ചില സംശയം തോന്നിയ വീട്ടുകാർ ഇവരെ നിരീക്ഷിക്കാൻ മൊബൈൽ ക്യാമറ അടുക്കളയിൽ സ്ഥാപിച്ചു. ഇത്രയും കാലം ഒരേ വീട്ടിൽ ജോലി ചെയ്തിരുന്ന ഒരാൾക്ക് ഇത്തരമൊരു പ്രവൃത്തി ചെയ്യാൻ കഴിഞ്ഞത് എങ്ങനെയെന്നാണ് പലരും അമ്പരപ്പോടെ ചോദിക്കുന്നത്. യുവതിക്ക് മാനസിക പ്രശ്നം ഉണ്ടെന്നാണ് സോഷ്യൽ മീഡിയയിൽ ദൃശ്യം കണ്ട പലരുടെയും പ്രതികരണം. ഇത്തരം മനുഷ്യത്വമില്ലാത്ത പ്രവർത്തികളിൽ ഏർപ്പെടുന്ന ആളുകളെ കർശനമായ നിയമ നടപടികളോടെ ശിക്ഷിക്കണമെന്നും സോഷ്യൽ മീഡിയ ഉപഭോക്താക്കൾ അഭിപ്രായപ്പെടുന്നു. അതേസമയം വീട്ടുടമയിൽ നിന്നുമുണ്ടായ മോശം പെരുമാറ്റത്തിന് പ്രതികാരം ചെയ്തതാകാം യുവതി എന്നും ചിലർ പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്. തിരുവനന്തപുരത്ത് പോലീസ് ഉദ്യോഗസ്ഥനെ കുത്തിവീഴ്ത്തിയ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. വഴിത്തർക്കത്തിന്റെ പേരിലായിരുന്നു കത്തിക്കുത്ത്. തിരുവനന്തപുരത്ത് ഉള്ളൂരിൽ പോലീസുകാരന് കുത്തേറ്റ സംഭവത്തിൽ പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പോലീസ് ഉദ്യോഗസ്ഥൻ മനുവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിൽ സജീവ് എന്ന വ്യക്തിയാണ് മെഡിക്കൽ കോളേജ് പോലീസിന്റെ പിടിയിലായത്. കഴിഞ്ഞ രാത്രിയാണ് മനുവിന് കുത്തേറ്റത്. മനുവിന്റെ അമ്മ നടത്തുന്ന കടയിലെത്തിയ സജീവും മനുവും തമ്മിൽ വാക്കുതർക്കം ഉണ്ടായി. പിന്നീട് കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ കടന്നു. മനു ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആക്രമണത്തിന്റെ കാരണം വ്യക്തമല്ല. സജീവിനെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം കോടതിയിൽ ഹാജരാക്കുമെന്ന് മെഡിക്കൽ കോളേജ് പോലീസ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്. ATMനുള്ളിൽ വെച്ച 16-കാരിയെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ച മയ്യനാട് സ്വദേശിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം മടവൂരിലാണ് സംഭവങ്ങൾക്ക് തുടക്കമായത്. ആദ്യ ATMൽ പണമെടുക്കാൻ കടന്നു കയറിയ 16-കാരിക്ക് അവിടെ നിന്ന് പണമെടുക്കാൻ കഴിയാതെ വന്നപ്പോൾ സഹായിക്കാൻ എന്ന വ്യാജേന അടുത്തുകൂടിയതാണ് പ്രതിയെന്ന് പോലീസ് കണ്ടെത്തി. CCTV ദൃശ്യങ്ങളുടെ സഹായത്തോടു കൂടിയാണ് പ്രതിയെ പോലീസ് പിടികൂടിയത്. ATM കൗണ്ടറിൽ വെച്ച 16-കാരിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ പ്രതിയെ പോലീസ് പിടികൂടി. കൊല്ലം മയ്യനാട് സ്വദേശി അനിരുദ്ധനാണ് പള്ളിക്കൽ പോലീസിന്റെ പിടിയിലായത്. വ്യാഴാഴ്ച രാവിലെ 8 മണിയോടെയായിരുന്നു സംഭവം. തിരുവനന്തപുരം മടവൂർ ജംഗ്ഷനിൽ ATMൽ പണമെടുക്കാൻ എത്തിയതായിരുന്നു പെൺകുട്ടി. ആദ്യ ATMൽ പണമില്ലാത്തതിനാൽ പ്രതി അനിരുദ്ധൻ പെൺകുട്ടിയെ സമീപിച്ച് അടുത്ത ATMലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. തൊട്ടടുത്ത ATMൽ പണം എടുക്കാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു പീഡനം. ATM കൗണ്ടറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ഓടി രക്ഷപ്പെട്ട പെൺകുട്ടി അമ്മയോട് വിവരം അറിയിച്ചു. തുടർന്നാണ് വിവരം പോലീസിനെ അറിയിച്ചത്. പള്ളിക്കൽ പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ CCTV പരിശോധനയിലാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത്. അതിക്രമത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതിയെ കഴിഞ്ഞ രാത്രിയാണ് പിടികൂടിയത്. പോക്സോ വകുപ്പ് ഉൾപ്പെടെ ചേർത്ത് അറസ്റ്റ് ചെയ്ത അനിരുദ്ധനെ 14 ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തു. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്. ഫിംഗർ പ്രിന്റ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.